പ്രതീക്ഷയുടെ, സന്തോഷത്തിൻ്റെ, ഒരുമയുടെ ഒക്കെ ആഘോഷമാണ് ഓണം. പക്ഷേ ചൂരൽമല മുണ്ടക്കി നിവാസികളെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയല്ല. ഉള്ളിൽ നീറുന്ന ഓർമ്മകളുമായാണ് ഇത്തവണ ഓണം എത്തുന്നത്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യമൊക്കെ നമ്മൾ ഓണപരിപാടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ അഖില വയനാട് വടംവലി മത്സരം, കുട്ടികളുടെ പരിപാടി, കാര്യങ്ങൾ, അതായത് ഈ ദിവസം ഇപ്പോൾ ഉത്രാട തലേന്ന് നമ്മളെല്ലാ പരിപാടിയും പരിപാടിയായിട്ട് നടത്തുന്നതാണ്. ഈ പ്രാവശ്യം ഞങ്ങൾ അത് ഒന്നുകൂടി കേമാക്കാൻ വേണ്ടിയിട്ട് അഖില കേരള വടംവലി മത്സരമൊക്കെ നമ്മൾ തീരുമാനിച്ച് എക്സിക്യൂട്ടീവ് കൂടി എല്ലാം തീരുമാനിച്ചതാണ്. പക്ഷേ നിർഭാഗ്യവശാൽ എന്താ പറയുക, ഇങ്ങനത്തെ ഒരു ഭയങ്കര സംഭവമാണ് സംഭവിച്ചത്. ആർക്കും ഒരു മറക്കാൻ പോലും കഴിയാത്തൊരു സംഭവമാണ് സംഭവിച്ചത്. അതിപ്പോൾ നമ്മളെ ക്ലബ്ബ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളെ കൂടുതൽ സമയം ക്ലബ്ബ് സമയം ചെലവഴിച്ചത് ശരിക്കും നമ്മൾ ഈ സ്കൂളിന് വേണ്ടിയിട്ടായിരുന്നു. കാരണം സ്കൂളിൻ്റെ സംരക്ഷണവും കാര്യങ്ങളൊക്കെ ശരിക്കും നമ്മൾ നവോദയ ക്ലബിൻ്റെ അണ്ടറിലായിരുന്നു ഉണ്ടായിരുന്നത്. അതുപോലെ ഞങ്ങളെ നവോദയ ക്ലബിൻ്റെ ഭാരവാഹികൾ കളിച്ച ഗ്രൗണ്ടായിരുന്നു അവിടെയായിരുന്നു ഗ്രൗണ്ട് ഉണ്ടായിരുന്നത്. നമ്മൾ ഒരു 1.5 ലക്ഷം രൂപ മുടക്കിയിട്ട് നമ്മൾ ലൈറ്റ് കാര്യങ്ങളെല്ലാം സെറ്റാക്കിയത് എല്ലാം പോയി. അപ്പോൾ പറഞ്ഞു വരുന്നുണ്ടെങ്കിൽ നമ്മൾ ഓണപരിപാടി നമുക്ക് എല്ലാവർക്കും ഭയങ്കര വിഷമങ്ങളുണ്ട്. കാരണം നമുക്കത് ഒന്നും ചെയ്യാൻ പറ്റാത്ത വിഷമം എല്ലാവരും നിസ്സഹായ. ഞങ്ങളെ ക്ലബിൻ്റെ തന്നെ 3 ഭാരവാഹികളോളം ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയി. മറക്കാനും കഴിയുന്നില്ല. അങ്ങനത്തെ ഒരു സിറ്റുവേഷനിലാണ് ഇപ്പോൾ ഉള്ളത്. ഇപ്പോൾ പ്രാവശ്യത്തെ ഓണം കാര്യങ്ങളും ഉള്ളത്. പൂക്കള മത്സരത്തോട് കൂടിയിട്ട് തുടങ്ങും. ഉത്രാടത്തിൻ്റെ അന്ന് രാവിലെ, അത് കഴിഞ്ഞ് കുട്ടികളുടെ പരിപാടി തൊട്ട് ആരംഭിച്ച് കഴിഞ്ഞാൽ ഞങ്ങളുടെ സ്ത്രീകളുടെ കൈകൊട്ടിക്കളി, അങ്ങനെ ഒരുപാട് എസ്റ്റേറ്റിൻ്റെ പരിപാടി 2 ദിവസം മുന്നേ തന്നെ തുടങ്ങും. അങ്ങനെ ഈ ഗ്രൗണ്ട് സജീവമായിരിക്കും. ഇന്നത് കാണുമ്പോൾ ഭയങ്കര വിഷമമുണ്ട്. ഈ പറയുന്ന അജേട്ടാ, വലിയ ആഘോഷം നടത്തുന്ന ഒരു സ്ഥലമാണ്. ആ വടംവലിയും വീഡിയോ ഒക്കെ കാണുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷം തോന്നുന്നതാണ്. പക്ഷെ ഇപ്പോൾ അങ്ങനെയല്ല. ശരിക്കും നമ്മളൊരു അതിജീവനത്തിൻ്റെ പാതയിലാണ്. ഇപ്പോഴത്തെ ഒരു അവസ്ഥ എന്താണ്? സത്യം പറഞ്ഞാൽ ഓണം ഉണ്ടോ എന്ന് പോലും എനിക്ക് അറിയില്ലായിരുന്നു. ഇപ്പോൾ ഈ ഒരു സംഭവം നിങ്ങളൊക്കെ വിളിക്കുമ്പോഴാണ് ഓണം ഉണ്ട് എന്ന് പോലും ഓർക്കുന്നത്. നമ്മൾ മരിച്ചുപോയ ആളുകളെ ഓർക്കുകയും അവർക്ക് വേണ്ടിയിട്ടുള്ള, അതായത് ജീവിച്ചിരിക്കുന്ന ആളുകൾക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് ഇന്നലെ കമലേട്ടൻ്റെ ഒരു വിളി വരുമ്പോഴാണ് അറിയുന്നത് നാളെ ഓണമാണല്ലോ എന്ന് അറിയുന്നത്. ഈ ഗ്രൗണ്ടിൽ നിറയെ ആൾക്കാർ എല്ലാവരും, പിന്നെ നല്ല ആഘോഷം, സന്തോഷം. ഞങ്ങൾ സ്വകാര്യ അഹങ്കാരമായിരുന്നു ഞങ്ങളുടെ നാട്. ആ അഹങ്കാരത്തിന് ദൈവം തന്നൊരു പണിയാണ് എന്നാണ് ഇപ്പോൾ ഇതിനെക്കുറിച്ച് പറയാനുള്ളത്. അല്ലാതെ ഞങ്ങൾ എന്ന് പറഞ്ഞാൽ ഞങ്ങളൊരു സെൻ്ററാണ് ഈ ചൂരൽമല എന്ന് പറയുന്നൊരു സ്ഥലം. ഈ 4 ഡിവിഷനുള്ള ആൾക്കാരും വന്നിട്ട് ഞങ്ങൾ ഈ നവോദയ ക്ലബിൻ്റെ നേതൃത്വത്തിൽ നടത്തുന്ന ഈ ആഘോഷ പരിപാടി എല്ലാവരും, നമ്മളിപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം നടത്തിയ സ്ഥലമാണിത്. ഈ ഗ്രൗണ്ടിലാണ് ഈ പരിപാടി നടത്തിയത്. ആ ഗ്രൗണ്ടിൻ്റെ അവസ്ഥയാണിത്. എത്ര പ്രകൃതി രമണീയമായ സ്ഥലമായിരുന്നു എന്നുള്ളത് അറിയണമെങ്കിൽ ഇത് ആദ്യം വന്ന് കാണണമായിരുന്നു. നമുക്ക് പറയാൻ തന്നെ നമുക്ക് വാക്കുകൾ കിട്ടുന്നില്ല. അങ്ങനത്തെ ഒരു സാഹചര്യമാണ് ഇപ്പോഴത്തെ. അപ്പോൾ അതാണ്, അതായത് നന്മയുള്ള നല്ല ഓർമ്മകളുടെ ആണ് ഓണം. പക്ഷെ അങ്ങനെയല്ല ഇവിടെയുള്ളവരുടേത്. പക്ഷേ പ്രതീക്ഷയുടെ കൂടിയാണ് ഓണം. ആ പ്രതീക്ഷയുമായി ഈ നാട്ടുകാർ മുന്നോട്ട് പോകുന്നു. അപ്പം ഉള്ളിൽ നീറ്റലുകളുണ്ട്, മനസ്സിൽ നല്ല ഓർമ്മകളൊന്നുമല്ല. പക്ഷെ അപ്പോഴും വലിയ പ്രതീക്ഷയുമായി ചൂരൽമലയിലെ മുണ്ടക്കയിലെ നിവാസികൾ ഈ ഓണവും മുന്നോട്ട് കൊണ്ടുപോവുകയാണ്. വയനാട്ടിൽ നിന്നും ഷമീർ മച്ചിങ്ങിനൊപ്പം ഫെലിക്സ്, മാതൃഭൂമി ന്യൂസ്.